അടുത്തത് കൊല്ലത്തേക്കാണ്. കൊല്ലം നഗരഹൃദയത്തിൽ കൂടി കടന്നുപോകുന്ന ദേശീയപാതയിൽ മരണക്കുഴികൾ രൂപപ്പെട്ടിട്ട് നാളേറെയായി. റോഡിന്റെ മധ്യഭാഗത്ത് ആഴമേറിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് കണ്ടില്ലെന്ന മട്ടിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ. പഴയ ദേശീയപാതയിൽ വെള്ളയിട്ടമ്പലം മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള പലയിടങ്ങളിലുമാണ് റോഡുകൾ തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞത്. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിൽ അവരെ കാത്തിരിക്കുന്നത് അപകടം പതിയിരിക്കുന്ന കുഴികളാണ്. കൂടുതൽ ഈ ആല് നിൽക്കുന്നുണ്ട്, ആലിൽ നിന്ന് വെള്ളം വീഴും. അപ്പോൾ ഈ അത് കണക്കാക്കിയുള്ള ടാറിങ് വേണം ഇവിടെ ചെയ്യേണ്ടത്. റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് 24 വാർത്തയെ തുടർന്ന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് കുഴികൾ അടച്ചിരുന്നു. പക്ഷേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് റോഡ് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. റോഡിലെ കുഴികളിൽ വീണ് പരിക്കേറ്റ് കിടപ്പിലായവരുടെ എണ്ണത്തിനും ഇന്ന് കണക്കില്ല. ഇവിടെ ആണെങ്കിൽ വണ്ടിക്കകത്ത് 2-3 ആഴ്ചയ്ക്ക് മുമ്പേ വണ്ടിക്കകത്തൂടെ ഒരു പെങ്കൊച്ചൂടെ വീണായിരുന്നു. അതിനുമുമ്പേ പാറക്കാല് പോയി തലയടിച്ച് ഒരു പെങ്കൊച്ചിന്റെ തല പൊട്ടി. KSRTC സൂപ്പർഫാസ്റ്റ് ഉൾപ്പെടെ കടന്നുപോകുന്ന വാഹനത്തിരക്കുള്ള പാതയിൽ വലിയ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ നിയന്ത്രണം തെറ്റുന്നത് ഇന്ന് പതിവാണ്. അപകട സാധ്യത വർദ്ധിച്ചിട്ടും താൽക്കാലിക പരിഹാരം മാത്രമാണ് ഓരോ തവണയും അധികാരികൾ ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇടയ്ക്ക് പാച്ച് വർക്ക് ചെയ്യും, അത് വീണ്ടും പോകും. ഒരുപാട് പേര് ഉരുണ്ട് വീണിട്ടുണ്ട്, ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് ഇട്ടതാ, ഇളകി മഴ പെയ്യുന്ന ഇളകി പോകും. റോഡ് പൂർണ്ണമായി റീടാർ നടത്തുന്നതിന് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടെന്നും അതിന്റെ നടപടി വൈകുന്നത് കൊണ്ടാണ് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ കുഴികൾ അടയ്ക്കുന്നതെന്നുമാണ് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം അധികൃതരുടെ മറുപടി. പൊതുജനം പരാതി പറഞ്ഞു മടുത്തു സാർ. ഇവർ ഇനി ആരോടാണ് പരാതി പറയേണ്ടത്? യാത്ര ചെയ്ത് നടുവൊടിഞ്ഞു, പലരുടെയും ജീവനും പൊലിഞ്ഞു. പക്ഷേ പരിഹാരം മാത്രം ഉണ്ടായില്ല. കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കാതിരിക്കുമ്പോൾ വലയുന്നത് പൊതുജനമാണ് സാർ. അത് കാണാതെ പോകരുത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.